ഗൈസ്, അങ്ങനെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പനമേര ഉണ്ടല്ലോ, ഏകദേശം ഒരു 25 ദിവസത്തോളമായി നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ട് എൻ്റെ ഒരു ഇതിലെ ഏറ്റവും വലിയൊരു കാത്തിരിപ്പാണ് കേട്ടോ. വണ്ടിയൊക്കെ സർവീസിന് കൊടുത്തിട്ട് ആ വെയിറ്റ് ചെയ്യണ ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത പറഞ്ഞ ദിവസത്തിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർ കോഡ് കൊടുക്കില്ല, അല്ലെങ്കിൽ പറയും 4 ദിവസം കൊണ്ട് എടുക്കും, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ പാർട്സ് കിട്ടിയിട്ടില്ല. ഏറ്റവും വലിയ കാത്തിരിപ്പാണ് ശരിക്കും വണ്ടിയുടെ എന്തെങ്കിലും വർക്കിന് കയറ്റിയിട്ടുള്ള കാത്തിരിപ്പ്. ഞാൻ ഏകദേശം 1 മാസത്തോളം കാത്തിരുന്നു. ഞാൻ ചെയ്യുന്ന നാട്ടിൽ നിന്ന് തന്നെ പോയി. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇടക്കിടക്ക് വർക്ക്ഷോപ്പിൽ പോവാൻ നമുക്ക് ചിലവ് കൂടല്ല, 10-20 കിലോമീറ്റർ അപ്പുറത്തെ വർക്ക്ഷോപ്പ്. അപ്പൊ ഇന്നാണ് നമ്മുടെ പനമേരയുടെ വർക്ക് കഴിച്ചിറക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ വർക്കുകളും ഒന്നല്ല, നമ്മൾ കുറച്ച് വർക്കുകൾക്ക് വേണ്ടിയിട്ട് പാലേക്കരികളുടെ അപ്ലോഡേഴ്സിൽ വണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. 10 ദിവസമാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഏകദേശം 25 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി കാണാൻ, അല്ല 20 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് വണ്ടി കാണാൻ വേണ്ടി പോണത്. എന്തൊക്കെ വർക്കുകളാണ് നമ്മൾ ചെയ്തത്, അതേപോലെ തന്നെ ഇനി എന്തൊക്കെ വർക്കുകളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉള്ള ഒരു വ്ളോഗ് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഗൈസ്, അപ്പൊ ഫൈനലി ഈ ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ നമ്മുടെ മുതലിൽ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കി നിങ്ങൾ എന്തോരം വണ്ടികളാണല്ലോ, ഇതൊക്കെ കൺവേഷനാണ് കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് കണ്ടീഷൻ വണ്ടികളില്ലേ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോന്റെ ഒരു പവർ ആലോചിക്കും നിങ്ങൾ. വീഡിയോന്റെ പവർ മാത്രമല്ല കേട്ടോ, നമ്മുടെ വണ്ടി പ്രാന്തന്മാർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര അധികം വണ്ടികൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ഒരു പണി നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ അലോയ്സ് നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു അലോയ്സ് ഇട്ടു കേട്ടോ. ഇത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ വല്ലാത്ത ഒരു ഭംഗിയും അതേപോലെ തന്നെ നല്ലൊരു പ്രീമിയം അലോയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ പുതിയ അലോയിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ റീലിട്ട സമയത്ത് പറഞ്ഞാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സെൻട്രലിട്ട് ആ ഒരു പോർഷയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ മാറ്റാൻ. അപ്പോൾ നമ്മളും കുറേ തപ്പിയിട്ടാണ്, നമുക്ക് ആ ഒരു ലോഗോ കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു അടപ്പ്, അതും നമ്മൾ പോർഷയുടെ കുറേ തപ്പി, അതും കിട്ടിയിട്ടുണ്ടാകുന്നില്ല. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകുന്നത് നമ്മുടെ കാലിപ്പർ ശരിക്കും യെല്ലോ അടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ തന്നെ ഇതിൽ കീപ്പ് ചെയ്തത്. ബാക്കിലത്തെ അലോയ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്പോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളിലേക്കായിട്ടാണ് ശരിക്കും നിൽക്കുന്നത്. അതായത് മറ്റേന്ന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇതിൻ്റെ സ്പോക്കൊക്കെ ശരിക്കും ഉള്ളിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഷോർട്ട് രസമാണ് കേട്ടോ. അതായത് ഈ ഒരു വണ്ടിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അലോയ്, ഒരു സ്റ്റോക്കായിട്ട് വരുന്ന ഒരു അലോയ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു സൈസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റേ ഗോൾഡൻ കളർ അലോയ് മാറിയതിന് ശേഷം വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക വേറൊരു ലെവലിലേക്ക് മാറ്റി. പിന്നെ നമ്മളിതിൽ പ്ലാൻ ഉണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു ബാക്കിലത്തെ ടൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ടൈലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഫുള്ളായിട്ട് LED, ഇത് ഓൾറെഡി LED ആണ്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലത്തെ ടൈലൈറ്റ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ വയ്ക്കാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിറ്റ് ഫുള്ളായിട്ട് നമ്മൾ മാറുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ലുക്ക് അതേപോലെ തന്നെ നിലനിർത്താനാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ആ യൂണിക്കായിട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ഒരു ഭംഗി ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. പിന്നെ ആ റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ. എൻ്റെ മോനെ, ഇതിൻ്റെ അടിയിൽ നമ്മൾ കസ്റ്റമായിട്ടുള്ള മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ. അത് നമുക്ക് സമയം എടുക്കണ കാരണമാണ് അതൊന്നും ഞാൻ ഇപ്പം തന്നെ കാണിക്കാണ്ടിരിക്കുന്നത്. മാറ്റും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ ശരിക്കും ഒരു വൈറ്റ് കളറിലായിരുന്നു വന്നോർന്നേ. ഈ പറഞ്ഞ ഡോർ പാഡും കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്വിച്ച് മിസ്സിങ് ആയിരുന്നു, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൊറിയർ ശരിക്കും എത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു സംഭവങ്ങളുണ്ടല്ലോ, ഇത് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളറിലേക്ക് ശരിക്കും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പൊടിയാണോ ഇതിൻ്റെ റൂഫ് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫെയ്ഡ് ആയിട്ടായിരുന്നു നിന്നോർന്നേ. അപ്പം അതിൻ്റെ ക്ലോത്ത് കംപ്ലീറ്റ്ലി നമ്മൾ റീപ്ലേസ് ചെയ്തു. ഈ ഒരു സംഭവങ്ങൾ വരെ നമ്മൾ ബ്ലാക്ക് കളറിലേക്ക് മാറ്റിയിട്ടാ. പിന്നെ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെ ലെതറും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു. ഇവിടെയും ഡോർ പാഡും കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു. എല്ലാം ബ്ലാക്ക് ആക്കിയിട്ടാ. ഇതൊക്കെ ശരിക്കും ഇതേപോലത്തെ ഒരു കളറായിരുന്നു ശരിക്കും വന്നോടനെ. അതായത് ഈ ഒരു മണ്ണിൻ്റെ കളർ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ, എനിക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല ആ ഒരു കളറിനോട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും അത്തരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്കിൽ യെല്ലോ കളർ സ്റ്റിച്ചിങ്ങിലേക്ക് നമ്മൾ മാറ്റിയിട്ടാ. ഇത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെയല്ല, ഇതിലും ശരിക്കും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ഇത്തിരി കൂടെ ബ്രൈറ്റ്നെസ് കൂടിയിട്ടാണ് കാണിക്കുന്നത്. നല്ല ഒരു കുഷനിങ്ങോട് കൂടിയിട്ടുള്ളൊരു സീറ്റാണ്. ഫ്രണ്ടിലത്തെ സീറ്റ് ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. റെഡ് കളറിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ മാറിയൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. നമ്മുടെ BM-ൽ കയറ്റിയ പോലെ തന്നെ അത്യാവശ്യം നല്ല കാർബൺ ഫൈബർ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല് നമ്മൾ കയറ്റി. പോർഷയുടെ ഒരു ലോഗോ ഉണ്ട്. പിന്നെ പഴയ സ്റ്റിയറിംഗ് വീല് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവട്ടെ എത്രത്തോളം ഈ ഒരു സംഭവം ഈ ഒരു വണ്ടിയിൽ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ. കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് ആക്സറീസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. അതായത് ആ സ്വിച്ചിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ ടൈലൈറ്റ്, സ്റ്റിയറിംഗ് എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന്. ബാക്കി എല്ലാ സംഭവങ്ങളും കിട്ടാൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ 20-30 ദിവസമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ തീർക്കണമെന്നില്ല. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തത്. ബാക്കിലത്തെ സീറ്റ് ബെൽറ്റ് നമ്മൾ മാറിയിട്ടില്ല.
ഫ്രണ്ടിലത്തെ മാറി ബാക്കിലത്തെ ഏകദേശം 9,000 രൂപ വില വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഏകദേശം 75-80,000 രൂപ ഈ ഒരു സ്റ്റിയറിംഗ് വീലിന് ശരിക്കും വില വരുന്നുണ്ട്. ഇതിൽ പാഡൽ ഷിഫ്റ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും വരുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് കിട്ടിയ ഓപ്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് കുറച്ച് കൺട്രോൾസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടി. ഇത് കോൾ എടുക്കാം, ബാക്ക്, പിന്നെ ഇതിലത്തെ കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കൺട്രോൾസ് കാര്യങ്ങൾ മാത്രമാണ് ഈ സ്വിച്ചിൽ വന്നിട്ടുണ്ടാകുന്നത്. സ്റ്റോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലിൽ ഇതിലും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതെന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു ഭാഗമൊക്കെ ചെറുതായി കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഇവിടെ ഇരുന്നിട്ട് ആ ഒരു മീറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ശരിക്കും കാണുന്നത്. ഇതിനു മുമ്പ് ഭയങ്കര വലിപ്പമായിരുന്നു, അതായത് റൗണ്ട് ഷേപ്പിലുള്ള വലിയ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ സംഭവം സെറ്റായിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അതായത് എന്തൊക്കെയോ ഇതിൻ്റെ ഫസ്റ്റ് ഓണർ ഒട്ടിച്ചിരിക്കുകയായിരുന്നു ഈ ഒരു ഭാഗങ്ങളിലൊക്കെ. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്താ ഈ ഗ്ലാസിൻ്റെ ഭാഗങ്ങളിൽ വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ആയിട്ട് കേട്ടോ. അതായത് ഇഷ്ടപ്പെട്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ബ്ലാക്ക് കളറിലേക്ക് മാറി. ഇതിൽ ശരിക്കും ഫ്ലോർ മാറ്റിന് പുറമെ മറ്റേ ഒട്ടിക്കണ സംഭവത്തിന് എന്തിനു പറയുക, ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ വിനയില് അല്ലേ? അത് ഭയങ്കര സ്മെല്ല് വരില്ലേ വെയിലത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ല ചെയ്യണമില്ല, നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാല്ലേ, അടിപൊളി സാധനം അടിക്കാം. അപ്പൊ സെറ്റ് ആവും നമ്മുടെ മറ്റേ BML ഉണ്ടാക്കിയ പോലെ. ഓ ഇതൊന്ന് തുറന്ന് നീ ഇതിന്റെ ബാക്ക് ഒന്ന് തുറന്നേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പഴയ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ സ്പോയിലർ മാറാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് മാറണമെങ്കിൽ ഒരു ഡിക്കിയുടെ ഫുൾ അസംബ്ലി ആയിട്ട് മാറേണ്ടി വരും കേട്ടോ. നമ്മൾ ഈ 2 സാധനങ്ങൾ മാത്രമല്ലേ മാറ്റിയിട്ടുള്ളൂ. 2 സാധനമല്ല, ഒന്ന് ഇൻറ്റീരിയർ പിന്നെ ഒന്ന് സ്റ്റിയറിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിൻ്റെ ഒരു പാഡൽ ഷിഫ്റ്റ് ഈ ഒരു തരത്തിൽ നിന്ന് ശരിക്കും ബാക്കിൽ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ തരത്തിലേക്ക് ശരിക്കും മാറിയിട്ടുണ്ട്. പിന്നെ ഇതിലും വ്യത്യാസങ്ങളൊന്നും എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. ഷേപ്പിലുള്ള വ്യത്യാസം. പിന്നെ ഇത് ഭയങ്കര ചക്ക പോലത്തെ ഒരു സംഭവമാണ്. അതായത് ഇതിൻ്റെ ഉൾഭാഗത്തെ കളറൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവിടെയോ ഉള്ളിലോ? സ്റ്റോക്ക് ആയിട്ട് വരുന്നതാണ്, അതിന്റെ മാറ്റ് ഫുൾ സ്റ്റോക്ക് ആയിട്ട് വരുന്നതാണ്. ഇതന്നെ ഇങ്ങനെ കീപ്പ് ചെയ്യാല്ലേ. അതേപോലെ ബാക്കിൽ വരുന്ന ഈ ഒരു സംഭവം കൂടെ നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഉൾഭാഗം നമ്മൾ ചെയ്തിട്ടില്ല. അതായത് ഒരു ഡൗട്ട് അല്ലേ, എന്തെങ്കിലും സ്ക്രാച്ചസ് വന്ന് ഈ പെയിന്റ് പോകുന്ന ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെറുതായിട്ടൊരു ലൈൻ ഇട്ട് നോക്കി, സംഭവം സെറ്റാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവം കൂടെ ശരിക്കും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതും കൂടെ പാഴ്സൽ ട്രേ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം അധികം കാണില്ല കേട്ടോ. അതേപോലെ തന്നെ സ്പോയിലർ നമുക്ക് മാറണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറാം. അതായത് ഈ ഒരു കിറ്റ് മാറണം വേണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് പറയാം. കിറ്റൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഷേപ്പ് ആവും. പക്ഷേ ഈ ഒരു ലുക്ക് പുതിയ ഷേപ്പിന് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അതായത് ഈ യുണീക്കായിട്ടുള്ള ഈ ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ ഈ ഒരു ബമ്പറും ബോണറ്റൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഈ പറഞ്ഞ പോലെ തന്നെ താല്പര്യമില്ല അതിനോട്. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ കീപ്പ് ചെയ്തിട്ട് ബാക്കിലത്തെ ടൈൽ സെക്ഷൻ മാത്രമായിട്ട് മാറാമെന്ന് വിചാരിച്ചത്. എന്തായാലും മൊത്തത്തിൽ പണി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു തരത്തിലാണ് നമ്മുടെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് അലോയ്സ് മാത്രം മാറിയിടുമ്പോൾ നമ്മുടെ വണ്ടി വേറെ ലെവലിൽ ലുക്കായിട്ടാണ്. ശരിക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുക. അതായത് 4 ആൾക്കാർ നോക്കും. അതെന്തായാലും വണ്ടി കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഫ്രണ്ടിലത്തെ ലുക്കിൽ ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുറച്ച് സംഭവങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കൊറിയർ എത്താൻ ലേറ്റ് ആയതുകൊണ്ടാണ് അത് നമ്മൾ കാണിക്കാത്തത്. എന്തായാലും ഞാൻ കാണിക്കാം. അതെങ്ങനെ ചെയ്യുക, 3D പ്രിൻ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അടുത്ത ആ ഒരു ടെയിൽ ലൈറ്റിൻ്റെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു അഡീഷണൽ പീസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ മാത്രമായിട്ട് ഏകദേശം എത്ര രൂപ ചിലവായിട്ടുണ്ടാവും ഇൻറ്റീരിയർ? ആ ഒരു റേഞ്ച്, അതായത് സ്റ്റിയറിംഗ് വീൽ ഉൾപ്പെടെ. സ്റ്റിയറിംഗ് എക്സ്ട്രാ 70,000 വന്നിട്ട്. അതല്ലേ, ബാക്കി സീറ്റും കാര്യങ്ങളെല്ലാം ഇന്റീരിയർ പെയിന്റിങ്ങും ലെതർ ചേഞ്ചിങ്ങും കൂടെ ഏകദേശം 1.5 ലക്ഷം പ്ലസ് അലോയ് വീലിന്റെ കാശ് നിങ്ങൾ എത്രയാണെന്ന് ചോദിച്ചോ. ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയുടെ വർക്കാണ് കേട്ടോ. അത്ര മാത്രം എന്ന് പറയുന്നത് എന്താല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിലേക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടിയിലത്തെ ഫ്ലോർ മാറ്റും അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ് അല്ല ഫ്ലോറിൻ്റെ ആ ഒരു കളറും അതേപോലെ തന്നെ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ കളറും കൂടെ മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി ഇവിടെ നിന്ന് എടുക്കണമെന്നില്ല, ജസ്റ്റ് ഇവിടെ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഒരു ജസ്റ്റ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ വണ്ടികൾ കിറ്റ് മാറുന്നുണ്ട്. അതായത് സ്റ്റോക്കായിട്ടുള്ള ഹെഡ്ലൈറ്റിലാണ് ശരിക്കും കിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഇതൊക്കെ തന്നെയാണ് ചെയ്യണത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കിറ്റിലും നോർമലായിട്ടുള്ള ഒരു കിറ്റാണ്. അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ ഈ ഒരു മോഡൽ ശരിക്കും വന്നിട്ടുണ്ട്. നോക്കി നിങ്ങൾ ഡീക്രോമിങ് അതേപോലെ തന്നെ അലോയിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 2012-13 വണ്ടിയാണെന്നുള്ള ഒരു കാര്യത്തിൽ ഒരുപാട് ഡൗട്ട് ചിലപ്പോൾ തോന്നി വരാം. അത്തരത്തിലാണ് ഇവിടെ നിന്ന് വണ്ടികൾ ശരിക്കും ഇറക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഇവിടെയും ആ സൈഡിലും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എന്തായാലും ഇതിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ദൈവമേ കാണിച്ചടാ. ഏകദേശം 20-22 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ വണ്ടി പെട്രോൾ പമ്പ് കാണുന്നത്. ഡീസൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇവിടെ ഒരു തുള്ളി പോലും ഇല്ല, വറ്റിച്ച അവസ്ഥയിലാണ്.
പെട്രോൾ കഴിഞ്ഞുകൊണ്ടാണ് ശരിക്കും കാണാത്തത്. കുറേ നാവിഗേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. വണ്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് വീല് മാറിയോട് കൂടിയിട്ട് ഇത് ഭയങ്കര ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. അതിനായിട്ടും ഓടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇത്തിരി കൂടെ കംഫർട്ടായിട്ട് ഇതിലാണ് തോന്നുന്നത്. ഒന്നും കൂടി ഈസിയാണ്. നമ്മൾ കുറച്ചങ്ങോട്ട് ഓടിക്കുമ്പോഴേക്കും കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കിട്ടുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇതിന്റെ മീറ്ററിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ, അതായത് മീറ്റർ ഞാൻ ചേഞ്ച് ചെയ്യാനില്ല എന്ന് പറയാൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും കൂടെ സൂം ചെയ്തറ, ഒന്നും കൂടെ വന്നേ. ഇതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു TFT ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ള ഒരു ജോയ്സ്റ്റിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടെ, അത്തരത്തിലുള്ള ഒരു സ്വിച്ചാണ്. ഇതിൽ കണ്ടില്ലേ, ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെ നമുക്ക് എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു ചെറിയ TFT ഡിസ്പ്ലേയിൽ നല്ല കളർഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. ചില വണ്ടികളിൽ ശരിക്കും ഇൻഫർടൈൻമെന്റ് സിസ്റ്റം പോലും ഉണ്ടായിരിക്കില്ല. അതായത് ഇപ്പോൾ ഈ ലംബോർഗിനിക്ക് പഴയ മോഡൽ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മീറ്റർ കൺസോള് ആ ഒരു സെറ്റപ്പ് മാത്രം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വിട്ടിട്ടുള്ള വണ്ടികൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും വലിയ സ്ഥാനമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു ഫാൻറ്റസി എന്നുള്ള ഒരു മൂഡിൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കളർഫുള്ളാക്കി ആൻഡ്രോയിഡ്, കാർപ്ലേ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാൻ മാത്രം ഏകദേശം 1 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ട് ഇത് മാറണമെങ്കിൽ മാറാമെന്ന് മാത്രം. BML നമ്മൾ ചെയ്തു, പക്ഷേ ഇതിൽ എന്തായാലും ഞാനത് ചെയ്യാനുള്ള പ്ലാനിൽ ഇത് ഇങ്ങനെയാണ് ശരിക്കും ഇത് കാണാനുള്ളൊരു ഭംഗി എന്ന് പറയുന്നത്. ഒരുപാട് സ്വിച്ചസും അതേപോലെ ചെറിയൊരു LCD ഡിസ്പ്ലേയും, കളർഫുള്ളായിട്ടുള്ള ഒരു LCD ഡിസ്പ്ലേയും ഈ ഒരു തരത്തിൽ കാണാൻ തന്നെയാണ് ശരിക്കും ഇത് ഭംഗി എന്ന് പറയുന്നത്. പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളിലും ഈ ഒരു ഗിയർ നോബിൻ്റെ ഭാഗങ്ങളിലും സ്പീക്കർ പോലെയുള്ള സംഭവങ്ങളിലും ഈ ഒരു ഗിയർ നോബിൻ്റെ ഭാഗങ്ങളിലൊന്നും ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നില്ല കേട്ടോ. നമ്മൾ ആകെ കൂടെ ചെയ്തത് ഇപ്പം ഈ പറഞ്ഞ അലോയ് വീല്, സ്റ്റിയറിംഗ് വീല്, അതേപോലെ തന്നെ ഇൻറ്റീരിയറിലെ ആ സീറ്റിൻ്റെ കളർ ചേഞ്ച്. ഫുൾ കിറ്റാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 6-7 ലക്ഷം, 4.5 മുതൽ 7 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് ശരിക്കും വിറ്റുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആൾക്കാർ. അതിന് പുറമെ നമ്മളത് പെയിൻ്റ് ഒക്കെ അടിച്ച് വരുമ്പോൾ നല്ലൊരു എമൗണ്ട്, അതായത് ഒരു കാറ് വാങ്ങേണ്ട എമൗണ്ട് തന്നെ ശരിക്കും നമുക്ക് വന്നു വരാം. അതായത് ആ ലോയ്സൊക്കെ മാറ്റിയതിന് ശേഷം വണ്ടിയുടെ ഗ്രൗണ്ട് ലൈൻസിലൊക്കെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ സൈസ് കൂടി അലോയ്സ് ഒന്നല്ല ഇട്ടേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ സ്റ്റോക്കായിട്ട് വരുന്ന ആ ഒരു സൈസിലുള്ള അലോയ്സ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ റോഡ് പ്രസൻസ് ഒന്ന് കാണിച്ചാൽ ഞാൻ കാണിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പോയി. എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ 4 ആൾക്കാർ ഇപ്പുറത്ത് 4 ആൾക്കാർ അതും പോയി. എന്തായാലും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും നേരെ പിടിച്ചത് വണ്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നോക്കണം, ആ ഒരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു യെല്ലോ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴായിരിക്കും. നമ്മൾ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്, ബ്ലാക്ക്, വൈറ്റ്, സിൽവർ, ബ്ലൂ ഈ കളറിലേക്കാണ് ശരിക്കും വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെംസ് മിഠായി പോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പല വണ്ടികളും മയാമി ബ്ലൂ, അതേപോലെ 60 യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള റയറായിട്ടുള്ള കളറുകളിൽ അടിച്ചിറക്കിയതും. പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമ്മൾ കളർ ചേഞ്ചിങ് കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ഈ ഒരു യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണമെന്ന് വിചാരിച്ചു. അത് ബോറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറായിട്ട് തോന്നുന്നവർക്ക് കമൻറ്റ് ഇടാം. ഇതിൻ്റെ മറ്റേ കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളെ കമൻറ്റ് ആയിട്ട് ഇട്ടോ. ഈ കളർ ഇഷ്ടപ്പെട്ടവർ അതും ജസ്റ്റ് ഒന്ന് പറയണം. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ആയിട്ട് ഇടാം. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അത് V6 നല്ല ലൗഡായിട്ടുള്ളൊരു വണ്ടിയാണ്. ഒന്ന് നമുക്ക് ഗ്ലാസ് താത്തി കഴിഞ്ഞാലാണ് ശരിക്കും അറിയാനായിട്ട് പറ്റുക. ഇതൊന്നും അവസ്ഥ ഒന്ന് കാണിച്ചിടുന്ന അവസ്ഥ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് ശരിക്കും ഒപ്പം എന്തെങ്കിലുമൊക്കെ വരുന്നത്. ഇത്ര നേരം നമുക്ക് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ ഇത്ര ദൂരം വരുമ്പോൾ ആൾക്കാരൊക്കെ ശരിക്കും വായും പൊളിച്ചിട്ടെന്ന് പറഞ്ഞത്. മീൻസ് ആ ഒരു വണ്ടീനോടുള്ള ക്രൈസ് ഓണാണ് കേട്ടോ. ശരിക്കും എല്ലാവരും ഒന്നും വണ്ടിയോട് നോക്കില്ല. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഗർജന എന്ന് പറയണത്. നോർമലി V സീരീസ് എഞ്ചിനുള്ള വണ്ടികൾക്കൊക്കെ ഒരു ഗർജനാണ്. അതായത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് ഒന്നല്ല വരാം, ഒരു അലർന്ന പോലത്തെ ഒരു സൗണ്ടാണ്. ഈ ഒരു മുതലിന് അത്തരത്തിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് കേൾക്കാൻ. ഇപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് കാണാമെങ്കിലും ഉള്ളിൽ ശരിക്കും കുലുങ്ങി കുലുങ്ങിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു റോഡിൻ്റെ അവസ്ഥ കാരണം. അപ്പം എത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ നമ്മുടെ ആ ഒരു ഇൻറ്റീരിയറിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം എന്ന് ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ വണ്ടി എടുത്തപ്പോൾ മുതൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കണതാണ്, ചേട്ടാ വർക്കുകളൊന്നും ചെയ്യണില്ലേ എന്ന്. ഇതാണ് നമ്മൾ ഏകദേശം 20-25 ദിവസത്തോളം എടുത്തിട്ട് നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആയിരുന്നു. പിന്നെ കളർ ചേഞ്ചിൻ്റെ കേസ് ആർക്കെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ചിലവർക്ക് ഇപ്പോൾ ആഗ്രഹം ഉണ്ടാവും ഈ ഒരു കളറ് അല്ലെങ്കിൽ ആ ഒരു കളറ് ആ ഒരു പെയിൻ്റ് അടിച്ചിറക്കി ചേട്ടാ ആ ഒരു കളറിൽ ഇറക്കി ചേട്ടാ എന്നൊക്കെ അത്തരത്തിലുള്ള ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ റയറായിട്ടുള്ള കളർ വല്ലതും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ റയറായിട്ടുള്ള കളറുകൾ ഫുള്ള് വെള്ളിമൂങ്ങയിലൊക്കെയാണ് അവർ ശരിക്കും കൊണ്ടുവരുന്നത്. അതായത് പുറം രാജ്യങ്ങളിലെ വലിയ കളറുകൾ ഇവിടുത്തെ വെള്ളിമൂങ്ങ അതേപോലെ തന്നെ
അത്തരത്തിലുള്ള വണ്ടികളാണ് കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും റയറായിട്ടൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള പനമേരയുടെ ഏതെങ്കിലും റയറായിട്ടുള്ള കളർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ താഴെ കമന്റ് ഇടാം. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്തൊരു അടിപൊളി വീഡിയോയിലാണ്.